പുറത്തുനിന്ന് രാജ്യത്തെ ജനങ്ങളോട് പറയും ഞങ്ങൾ പാർലമെന്റിൽ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്, ഒരു പ്രശ്നവുമില്ല എന്ന്. എന്നാൽ ഇപ്പുറം പോയി ചെയർമാനോട് പറയും ഒരു കാരണവശാലും ആ ഡിബേറ്റ് നടക്കാൻ പാടില്ല എന്ന്. അത് തന്നെയാണ് ഇന്ന് രാജ്യസഭയിൽ സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് ആ വീഡിയോ കാണാം. അതുപോലെ സുപ്രീം കോടതിക്ക് ജന്തർ മന്ദിറിൽ നടന്നിട്ടുള്ള ഇഷ്യൂവിന്റെ പേരിൽ സ്യൂമിറ്റോ കേസെടുക്കാൻ സാധിക്കുമോ, അതായത് സ്വമേധയാ കേസെടുക്കാൻ സാധിക്കുമോ, നമുക്ക് അതും കൂടി പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം രാജ്യസഭയിലെ. सर थैंक यू वेरी मच सर, आपने हम सभापति जी 20 जुलाई सोमवार पे छात्रों के खिलाफ जिस तरह लाठीचार्ज उससे मेरा मन दुखा. 24/7/2026 സംഭവം എന്ന് പറയുന്നത് ഒപ്പോസിഷൻ ലീഡർ ആയിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇൻ രാജ്യസഭ, അവിടെ ഇഷ്യൂ റൈസ് ചെയ്തു. അതായത് ഖാർഗെ പറഞ്ഞിട്ടുള്ളത് സീരിയസ് ഇഷ്യൂ ആണ്. ഈ ഇഷ്യൂ എന്ന് പറയുന്നത് പോലീസ് ആക്ഷനും സ്റ്റുഡൻസിന്, പ്രൊട്ടസ്റ്റേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് നേരെ ലാത്തി ചാർജും ആയിട്ടുള്ള 20 ജൂലൈയിൽ നടന്നിട്ടുള്ള സംഭവത്തെ കുറിച്ച് പറയുമ്പം തന്നെ ഹൗസിൽ എന്ത് ചെയ്തു, ഒപ്പോസിഷൻ മെമ്പേഴ്സ് എന്ത് ചെയ്തു, അവിടെ സ്ലോഗൻസ് വിളിക്കാൻ തുടങ്ങി. പിന്നെ അവിടെ ഒരു പ്രശ്നമായി. അങ്ങനെ അവസാനം നമ്മുടെ ചെയർ എന്ത് ചെയ്തു, ഇന്ററപ്റ്റ് ചെയ്തിട്ട് അവിടെ കയറി ആ ദിവസത്തെ പ്രൊസീഡിങ്സ് ഒക്കെ അഡ്ജോൺ ചെയ്തു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അതായത് ഈ ഇഷ്യൂ റൈസ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ സംഭവിച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം ഏതാണ്ട് 4 തവണ ഇതുപോലത്തെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് പുറത്തുനിന്ന് പറയും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ തയ്യാറാണ്, എന്നാൽ ഡിസ്കഷനിൽ പാർലമെന്റിൽ പോയി ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കോ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഡിസ്റപ്റ്റ് ചെയ്തു, അങ്ങനെ അഡ്ജോൺ ചെയ്യും. ഇതാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതായത് ഒരു കാര്യത്തിലും അക്കൗണ്ടബിൾ അല്ല, ഒന്നും അവർക്ക് ഏറ്റെടുക്കാൻ സാധിക്കില്ല. അതുപോലെ ഡൽഹി പോലീസ് ചെയ്ത ഒന്നൊന്നായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായത് പെല്ലറ്റ് ഗൺ യൂസ് ചെയ്തിട്ടില്ല എന്നാണ്. ഇപ്പോൾ അവർ അത് സമ്മതിച്ചു, യൂസ് ചെയ്തിട്ടുണ്ട് എന്ന്. നമുക്ക് അതിന്റെ റിപ്പോർട്ട് കാണാം. ജമ്മുകശ്മീരിൽ സായുധ സേനാ വിഭാഗങ്ങൾ ഉപയോഗിച്ച പെല്ലറ്റ് തോക്ക് ഡൽഹിയിൽ CJPയുടെ പാർലമെന്റ് മാർച്ചിനു നേരെ പ്രയോഗിച്ചുവെന്ന് ഒടുവിൽ സർക്കാരിന് സ്ഥിരീകരിക്കേണ്ടി വന്നു. പെല്ലറ്റ് പ്രയോഗിച്ചുവെന്ന പരാതികളൊക്കെ ഉയർന്നപ്പോഴും ആദ്യം അതിനെ അംഗീകരിക്കാൻ ഡൽഹി പോലീസ് കൂട്ടാക്കിയിരുന്നില്ല. പെല്ലറ്റ് തോക്കുകളും ഷോക്ക് ബാറ്ററുകളും സമരക്കാർക്ക് നേരെ പ്രയോഗിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഒരു വെടിവെച്ചാൽ 100 കണക്കിന് ലെഡ് ചീളുകൾ ഒന്നിച്ച് ചിതറിത്തെറിച്ച് ശരീരത്തിൽ തുളച്ചുകയറുമെന്നതാണ് ഈ പെല്ലറ്റ് തോക്കിന്റെ പ്രത്യേകത. കണ്ണിലോ ചെവിയിലോ ഒക്കെ തറച്ചാൽ കാഴ്ചയെയും കേൾവിയെയും വരെ അത് ബാധിക്കും. ഡൽഹിയിലെ വിവിധ ആശുപത്രികളിൽ നിന്ന് വിദ്യാർത്ഥികൾ പോലീസിന്റെ പെല്ലറ്റ് ആക്രമണത്തിന് ഇരയായി എന്ന മെഡിക്കൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികൾക്ക് നേരെ കാലാവധി കഴിഞ്ഞ കണ്ണീർ വാതക ഷെല്ലുകളും ആണിതറച്ച വടികളുമാണ് ഉപയോഗിച്ചത്. കഴിഞ്ഞ ഡിസംബറിൽ കാലാവധി കഴിഞ്ഞ ഷെല്ലുകളുടെ ചിത്രങ്ങൾ CJP പുറത്തുവിട്ടു. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരം ഷെല്ലുകൾ മനഃപൂർവ്വമാണ് ഉപയോഗിച്ചതെന്ന് CJP ചൂണ്ടിക്കാട്ടി. അവർ ചൂണ്ടിക്കാട്ടിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അതായത് നമ്മളുടെ ഗവൺമെന്റിന് അറിയാം, നമ്മുടെ സർക്കാരിന് അറിയാം ഈ കാര്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ, പെല്ലറ്റ് ഗൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചെവിയും കണ്ണൊക്കെ അടിച്ചു പോകുമെന്ന്. അപ്പോൾ അടിച്ചു പോകട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് അവരിത് യൂസ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ ടിയർ ഗ്യാസ്, എക്സ്പയർ ആയിട്ടുള്ള ടിയർ ഗ്യാസ്, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂസ്, സിവിയർ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുമെന്ന് നമ്മളുടെ സർക്കാരിന് അറിയാം. അതും അറിഞ്ഞിട്ടാണ് സ്റ്റുഡൻസിന്റെ നേരെ, അതായത് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന് നേരെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതായത് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്, അല്ലാതെ അറിയാതെ ഒന്നും ചെയ്തതൊന്നല്ല. അതായത് ചെവിയോ കണ്ണോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചു പോകട്ടെ എന്ന് വിചാരിച്ച് തന്നെ മനഃപൂർവ്വം കരുതിക്കൂട്ടി നമ്മുടെ സർക്കാർ ചെയ്യിപ്പിച്ച ഒരു പ്രവൃത്തി തന്നെയാണ് ഇത്. അതിൽ യാതൊരു സംശയവുമില്ല. ഇനി നമുക്ക്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഈ ഒരു ജന്തർ മന്ദിർ ഇഷ്യൂവിൽ സുപ്രീം കോടതിക്ക് സ്യൂമിറ്റോ എടുക്കാൻ സാധിക്കുമോ? സാധിക്കും. നമുക്കൊരു വീഡിയോ കാണാം. ജന്തർ മന്ദിർ വിഷയത്തിൽ എന്തുകൊണ്ട് സുപ്രീം കോടതി സ്വമേധയാ കേസ് എടുക്കുന്നില്ല? സ്വമേധയാ കേസ് എടുക്കാൻ സുപ്രീം കോടതിക്ക് പറ്റുമോ? യെസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനെയുള്ളൊരു സിമിലർ കേസിൽ പണ്ട് സുപ്രീം കോടതി സ്വമേധയാ കേസ് എടുത്തിട്ടുണ്ട്. കള്ളപ്പണത്തിനെതിരെ ബാബ രാംദേവ് രാംലീല മൈതാനിയിൽ പ്രതിഷേധം നടത്തിയിരുന്നു. അവിടെ 2011 ജൂൺ 5 മിഡ് നൈറ്റിൽ പോലീസുകാർ വന്നിട്ട് ചില പരിപാടികൾ ചെയ്തിരുന്നു. അതിന്റെ പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ നെക്സ്റ്റ് ഡേ സുപ്രീം കോടതി ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തു. ഒരു വർഷത്തിന് ശേഷം ജഡ്ജ്മെന്റ് വന്നപ്പോൾ ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ പോലീസ് അതിക്രമത്തിനെതിരെയുള്ള ഒരു മികച്ച ജഡ്ജ്മെന്റ് ആയിരുന്നു അത്. പോലീസിന്റെ നടപടിയെ അധികാര ദുർവിനിയോഗമെന്നും സ്വാതന്ത്ര്യ
ക്ഷേത്രത്തിന്മേലുള്ള കടന്നുകയറ്റമെന്ന് കോടതി ശക്തമായിട്ട് അപലപിച്ചു. വെറും ഒരു പ്രഖ്യാപനത്തിൽ ഒതുക്കാതെ ഇഷ്ടിക എറിയുക, അമിതമായി കണ്ണീർ വാതകം പ്രയോഗിക്കുക തുടങ്ങിയവയ്ക്ക് കാരണക്കാരായിട്ടുള്ള പോലീസുകാർക്കെതിരെയും മറ്റാളുകൾക്കെതിരെയും വകുപ്പ് തല ക്രിമിനൽ നടപടികൾ എടുക്കാൻ കോടതി നിർദ്ദേശിച്ചു. കൂടാതെ ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് ഇടക്കാല നഷ്ടപരിഹാരം നൽകാനും കോടതി ഉത്തരവിട്ടു. ഈ ആക്രമണത്തിൽ പരിക്കേറ്റ് പിന്നീട് മരണപ്പെട്ട രാജ്പാലയുടെ കുടുംബവും ഇതിൽ ഉൾപ്പെടുന്നു. രാംപില മേധാവി വിഷയത്തിൽ സുപ്രീം കോടതിക്ക് സ്വമേധയാ കേസെടുക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ജന്തർ മന്ദർ വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കുന്നില്ല? ഇറ്റ് ഈസ് വെരി ഡിസപ്പോയിന്റിംഗ്. കേട്ടില്ലേ? അതാണ് കോടതി. അല്ലാതെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല. പത്രത്തിൽ വന്നിട്ടുള്ള സംഭവം വെച്ചിട്ടാണ് സിമിട്ടോ കേസെടുത്തിട്ടുള്ളത്, സ്വമേധയാ കേസെടുത്തിട്ടുള്ളത്. ഇവിടെ വീഡിയോ ഉണ്ട്, ഫോട്ടോ ഉണ്ട്, എന്താണ് ഇല്ലാത്തത്? എല്ലാം ഉണ്ട്. പക്ഷേ കോടതി ഇടപെടുന്നില്ല. ഇതാണ് മോദിജി പറഞ്ഞ പുതിയ ഇന്ത്യ, ന്യൂ ഇന്ത്യ. വെൽക്കം ടു ന്യൂ ഇന്ത്യ. ഈ ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുക. എന്ത് നടന്നാലും ശരി, ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. ചോദ്യം ചെയ്യുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. കാരണം ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ, സർക്കാരിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ BJP ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആരാകും? രാജ്യദ്രോഹികളാകും. അതൊക്കെ പുതിയ പുതിയ സംഭവങ്ങളാണ്. അതായത് ഗവൺമെന്റിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ രാജ്യത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോഴത്തെ സർക്കാർ. അത് മാത്രമല്ല, പ്രൊട്ടസ്റ്റ് നടത്തി സ്റ്റുഡൻസിന് നേരെ ഇത്രയും വലിയ അതിക്രമം, വയലൻസും നടത്തിയിട്ടും മിണ്ടാതിരിക്കുന്ന സുപ്രീം കോടതി. ഇത് കേട്ടിട്ടും ഇതിന് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ സമരം ചെയ്തിട്ടും അതൊന്നും ഒരു കെയർ, അതിനൊന്നും പുല്ല് വില കൊടുത്തിട്ട്, അതായത് ആ കാര്യം, അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടേ ഇല്ല എന്ന ഭാവത്തിലാണ് നമ്മളുടെ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ലത് തന്നെ.